Hi students, welcome to our economics class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് +2 എക്കണോമിക്സ് ആണ് കേട്ടോ. അപ്പം കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ +1 നമുക്ക് പഠിക്കാനുള്ളത് 2 ടെക്സ്റ്റ് തന്നെയായിരുന്നു എക്കണോമിക്സിന്. ഫസ്റ്റ് സ്റ്റാറ്റി, അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലേ. സോ അതുപോലെ തന്നെയാണ് +2 നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പാർട്ട് മൈക്രോ എക്കണോമിക്സ്, സെക്കൻഡ് പാർട്ട് മാക്രോ എക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്, ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് എന്താണ് എക്കണോമിക്സ്? Economics is a social science concerned with the production, distribution, and consumption of goods and services. It studies how people satisfy unlimited wants with limited resources. അതായത് നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നത് മനുഷ്യൻ്റെ ഡേ ടു ഡേ എക്കണോമിക് ആക്ടിവിറ്റീസുകളായിട്ടുള്ള ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൺസംഷൻ, ക്യാപിറ്റൽ ഫോർമേഷൻ, എക്സ്ചേഞ്ച്, ഡിസ്ട്രിബ്യൂഷൻ, ഇതിനെക്കുറിച്ചൊക്കെയാണ്. മാത്രമല്ല നമ്മൾക്കറിയാം റിസോഴ്സസ് ഒക്കെ ലിമിറ്റഡ് ആണെന്നറിയാം അല്ലേ, വിഭവങ്ങളൊക്കെ വളരെ കുറവാണ്. എന്നാൽ മനുഷ്യരുടെ ആവശ്യങ്ങളാണെങ്കിലോ ഒത്തിരി കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ലിമിറ്റഡ് റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് മനുഷ്യരുടെ അൺലിമിറ്റഡ് വാണ്ട്സ് ഒക്കെ എങ്ങനെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്ന് കൂടി നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ഒരു ടേം വന്നത് ഇക്കണോമിയ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ് എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. എന്നുവെച്ചാൽ എക്കണോമിക്സിൻ്റെ, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ആൻ ഇൻക്വയറി ഇൻ ടു ദ നാച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. ഓക്കെ, ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ള വർഷം 1776, 1776 ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് പറയുമ്പം നമുക്കിതിനകത്ത് പഠിക്കാനുള്ള മെയിനായിട്ടൊരു 4 എക്കണോമിസ്റ്റുകളുടെ പേര് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഡെഫിനിഷൻ, അവരുടെ ബുക്ക്, അത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇയർ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് പേരും അതുപോലെ തന്നെ ബുക്കിൻ്റെ പേരും ഡെഫിനേഷനും അത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇയറും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആഡം സ്മിത്ത് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം എക്കണോമിക്സിന് കൊടുത്തിട്ടുള്ള നിർവചനം അറിയപ്പെടുന്നത് വെൽത്ത് ഡെഫിനേഷൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് ആൻ എൻക്വയറി ഇൻ ടു ദ നാച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. അത് പബ്ലിഷ് ചെയ്ത വർഷം 1776. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് ആൽഫ്രഡ് മാർഷൽ. ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുമ്പോൾ അദ്ദേഹമാണ്, അതായത് എക്കണോമിക്സ് എന്ന് ആദ്യമായിട്ട് ആ ഒരു ടേം യൂസ് ചെയ്തത് ആൽഫ്രഡ് മാർഷലാണ്. അതിനു മുന്നേ പൊളിറ്റിക്കൽ എക്കോണമി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് കേട്ടോ. അപ്പോൾ എക്കണോമിക്സ് എന്നുള്ള ആ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ആൽഫ്രഡ് മാർഷലാണ്. ഓക്കെ, അദ്ദേഹം എക്കണോമിക്സിന് കൊടുത്ത ഡെഫിനേഷൻ അറിയപ്പെടുന്നത് വെൽഫെയർ ഡെഫിനേഷൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. അത് പബ്ലിഷ് ചെയ്ത വർഷം 1890. ദെൻ നെക്സ്റ്റ് എക്കണോമിസ്റ്റ് ലയണൽ റോബിൻസ് ആണ്. സോ അദ്ദേഹത്തിൻ്റെ ഡെഫിനേഷൻ അറിയപ്പെടുന്നത് സ്കേഴ്സിറ്റി ഡെഫിനേഷൻ. ബുക്കിൻ്റെ പേര് എൻ എസ്സേ ഓൺ ദ നാച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ്. 1932 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ പോളെ സാമുവൽസൺ, ഇദ്ദേഹം എക്കണോമിക്സിന് കൊടുത്ത നിർവചനം അറിയപ്പെടുന്നത് ഗ്രോത്ത് ഡെഫിനേഷൻ എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് എക്കണോമിക്സ്. സോ ഇത് പബ്ലിഷ് ചെയ്ത വർഷം 1964, 1964. അപ്പോൾ നമ്മൾ ഈ എക്കണോമിസ്റ്റുകളുടെ പേര്, അതുപോലെ തന്നെ അവരുടെ ഡെഫിനിഷൻസ്, ദെൻ അതിൻ്റെ അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്ക്, അത് പബ്ലിഷ് ചെയ്ത ഇയർ, ഇതൊക്കെ നന്നായിട്ട് നോട്ട് ചെയ്യുക. കാരണം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എക്കണോമിക് പ്രോബ്ലം ആണ്. അപ്പോൾ നമുക്കറിയാം എന്ത് പ്രോബ്ലം ആണെങ്കിലും അതിനകത്ത് എന്തുണ്ടായിരിക്കും, അതിൻ്റെ ബാക്കിൽ ഒരു റീസൺ ഉണ്ടായിരിക്കും അല്ലേ. എന്ത് പ്രോബ്ലം അറൈസ് ചെയ്യുമ്പോഴും അതിനെന്തുണ്ടായിരിക്കണം, ഒരു കാരണം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എക്കണോമിക് പ്രോബ്ലത്തിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, റിസോഴ്സസ് ആർ ലിമിറ്റഡ്, റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. ഓക്കെ, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് എന്ന് പറയുന്നത് എന്താ? മനുഷ്യരുടെ ആവശ്യങ്ങൾ അപരിമിതമാണ് അല്ലേ, ലിമിറ്റ് ഇല്ലാത്തതാണ്, അൺലിമിറ്റഡ് ആണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ റിസോഴ്സസ് ആർ ലിമിറ്റഡ്, എന്നാൽ വിഭവങ്ങൾ ലിമിറ്റഡ് ആണ്. ദെൻ റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്, വിഭവങ്ങൾക്ക്, ഒരേ വിഭവത്തിന് പലതരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ്
റീസൺസ് കേട്ടോ. എന്തൊക്കെയാണ് റീസൺസ്? ഹ്യൂമൻ വൺസ് ആർ അൺലിമിറ്റഡ്, റിസോഴ്സസ് ആർ ലിമിറ്റഡ്, റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. എക്കണോമിക് പ്രോബ്ലത്തിലോട്ട് നയിക്കുന്ന റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ മനുഷ്യരുടെ ആവശ്യങ്ങൾ അപരിമിതമാണ്, എന്നാൽ റിസോഴ്സസ് വിഭവങ്ങൾ പരിമിതമാണ്. ഉള്ള റിസോഴ്സസിന് തന്നെ പലതരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്താണെന്ന് നോക്കാം. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. ഒരു എക്കോണമിയുടെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, അത് എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, നമ്മൾ പറഞ്ഞു എന്താണ്, റിസോഴ്സസ് ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞു അല്ലേ. വിഭവങ്ങൾ വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ചോയ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സെലക്ഷൻ, ഒരു തിരഞ്ഞെടുപ്പ് വേണ്ടി വരുന്നുണ്ട്. നമ്മൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യണം. കാരണം ഇപ്പോൾ നമ്മൾ ഏത് എക്കോണമി ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സൊസൈറ്റി ആണെങ്കിലും അവിടെ ആയിരക്കണക്കിന് ഗുഡ്സ് ആൻഡ് സർവീസസ് ആവശ്യമാണ്. പക്ഷെ അതിന് മാത്രമുള്ള റിസോഴ്സസ് നമ്മളുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ഏതാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യണം അല്ലേ. എന്ന് വെച്ചാൽ നമുക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ് എന്നുള്ളത്. എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, അത് എത്ര അളവിൽ വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. നെക്സ്റ്റ് സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ഹൗ ടു പ്രൊഡ്യൂസ്. അത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന സാങ്കേതിക വിദ്യയുമായിട്ട് റിലേറ്റഡ് ആണ്. കാരണം 2 തരത്തിലാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയ വസ്തുക്കൾ. ഒന്ന് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ, രണ്ടാമത്തേത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇവിടെ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലേബേഴ്സിനെ കൂടുതലായിട്ട് ഉപയോഗിക്കും അല്ലേ. ലേബേഴ്സിന് കൂടുതലും അതുപോലെ തന്നെ മെഷീൻസ് കുറച്ചുമായിരിക്കും അതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്. അതാണ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നറിയപ്പെടുന്നത്. ദെൻ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ആണെങ്കിലോ ഇവിടെ മെഷീൻസ് കൂടുതലും ലേബേഴ്സിൻ്റെ അളവ് കുറവായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളിടത്ത് നമ്മൾ ഇതിലേത് ടെക്നോളജിയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് തീരുമാനിക്കേണ്ടത് കേട്ടോ. അപ്പോൾ എവിടെയെന്ന് വെച്ചാൽ നമുക്ക് ഈ ലിമിറ്റഡ് റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് നമ്മൾ മിനിമം കോസ്റ്റിൽ മാക്സിമം പ്രൊഡക്ഷൻ നടത്തുന്ന വിധത്തിലുള്ള ടെക്നോളജിയാണ് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ തേർഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ്. ഈ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നാഷണൽ ഇൻകം അല്ലെങ്കിൽ മൊത്തം വരുമാനം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഓണേഴ്സിന് വീതിച്ചു കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിതരണവുമായിട്ട് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനുമായി റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഓക്കെ, ഇതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപ്പാദന ഘടകങ്ങൾ. ഇതിൻ്റെ റെമ്യൂണറേഷനാണ് ലാൻഡിന് റെൻറ്റ്, ലേബറിന് വേജ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, ഓർഗനൈസർക്ക് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇതും 2 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതിൻ്റെ റിവാർഡ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. അതിൻ്റെ റിവാർഡ്സ് റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഇത്രയേ പറഞ്ഞുള്ളൂ. എന്തൊക്കെയാണ്, കുറച്ച് എക്കണോമിസ്റ്റുകളുടെ പേര് പറഞ്ഞു അല്ലേ, പിന്നെ അവരുടെ ബുക്കിൻ്റെ പേര്, ഡെഫിനിഷൻ്റെ പേര്, അതുപോലെ ആ ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള വർഷം ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കൂ കേട്ടോ. പിന്നെ അതുപോലെ എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം. എക്കണോമിക് പ്രോബ്ലം ഏതൊക്കെയാണ്, അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതും പഠിക്കുക. റീസൺസ് എന്തൊക്കെയായിരുന്നു? ഹ്യൂമൻ വൺസ് ആർ അൺലിമിറ്റഡ്, റിസോഴ്സസ് ആർ ലിമിറ്റഡ് ആൻഡ് റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. ഇനി പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു? വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. സെക്കൻഡ് വൺ ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് തേർഡ് വൺ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് അല്ലേ. ഫസ്റ്റ് എന്താണ്?
എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അത് എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം, ദെൻ അതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിക്കുക. ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.